ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ വ്യാപക റെയ്ഡ് തുടരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുൾപ്പെടെ 21 റെയ്ഡ് നടക്കുന്നത്. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, എൻ വാസു, മുരാരി ബാബു എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ്, ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ വീട് എന്നിവിടങ്ങളിലും പരിശോധന പുരോഗമിച്ചു വരികയാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, 7 മണിയോടുകൂടി അപ്രതീക്ഷിതമായി ഇഡി ഉദ്യോഗസ്ഥരെത്തുകയായിരുന്നു. 21 പരിശോധന. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പരിശോധന തുടരുന്നുണ്ട്. ഇപ്പോഴും ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയാണോ? എങ്ങനെയാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചു വരുന്നത്? പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന കുറച്ചുകൂടി വേഗത വരേണ്ടതുണ്ട്. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഒരു 10 മണിയോടുകൂടി തന്നെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ജീവനക്കാർ എത്തിത്തുടരുക. എന്തായാലും ഇഡി വിവരം അറിയിച്ചതിനെ തുടർന്ന് കുറച്ച് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അത് ഇനി വിവിധ തലങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്. വിവിധ ഓഫീസുകൾ, ഇതിനുള്ളിൽ തന്നെയുള്ള വിവിധ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് രേഖകൾ കണ്ടെത്തേണ്ടതുണ്ട്. SIT നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോൾ നിർണായകമായ പല വിവരങ്ങളും പല രേഖകളും SIT ഇവിടുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയുള്ള മറ്റ് രേഖകൾ സംബന്ധിച്ചാണ് പരിശോധനകൾ നടക്കുക. എന്തായാലും കൂടുതൽ അറസ്റ്റിലേക്കും മറ്റ് നടപടികളിലേക്കും ഒക്കെ ഇഡിയും കടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്ത് മാത്രമല്ല, ഈ പ്രതികളുടെ വീടുകളിലും അവരുമായി റിലേഷനുള്ള ആളുകളുടെ ഓഫീസുകളിലും വീടുകളിലുമൊക്കെ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസു, അതോടൊപ്പം തന്നെ ഈ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് തിരുവനന്തപുരം പുളിമാത്താണ്. പുളിമാത്തുള്ള വീട്ടിലും ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇഡി സംഘം എത്തുന്ന സമയത്ത് അവിടെ വീട്ടിൽ ആളുകളുണ്ടായിരുന്നില്ല. പിന്നീട് ഇവരെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അവർ അവിടെ എത്തുകയും പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, ഇപ്പോൾ കേസിലെ മറ്റ് പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. മുരാരി ബാബുവിൻ്റെ വീട്ടിലും പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് അകത്ത് മാത്രമല്ല, കേരളത്തിന് പുറത്തും പരിശോധനകൾ തുടരുകയാണ്. അതിൽ പ്രധാനമായും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഓഫീസിൽ ഇഡിയുടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിലും പരിശോധനകൾ ആരംഭിക്കുന്നുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇഡി ഇപ്പോൾ ഉദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസാണെങ്കിൽ FIR ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇഡിയുടെ കേസിലാണ് ECIR രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഇനി കോടതിയുടെ അനുവദിക്കും കാത്തു നിൽക്കേണ്ട സാഹചര്യമില്ല. ഇഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തന്നെ പരിശോധനകളിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായും അത്തരമൊരു നടപടികളിലേക്കാണ് പോയിരിക്കുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പുമില്ലാതെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ ഇഡി എത്തിയിരിക്കുന്നത്. 21 ഇടങ്ങളിൽ 3 സംസ്ഥാനങ്ങളിലായി ഇഡി ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയായിരുന്നു. തുടർന്ന് ഓരോ കൃത്യമായ സമയത്ത് ഓരോ സ്ഥലങ്ങളിലേക്കും ഇഡിയുടെ ഉദ്യോഗസ്ഥർ എത്തി അവിടെ പരിശോധനകൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി രേഖകളുടെ പരിശോധനകളിലേക്ക് പോകും. അതിനുശേഷം ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത്, ഈ ഇവരുടെ വസ്തുക്കൾ, കള്ളപ്പണം ഉൾപ്പെടെ ഉപയോഗിച്ച് വാങ്ങിയിരിക്കുന്ന വസ്തുക്കൾ കണ്ടുകെട്ടുക, അതോടൊപ്പം തന്നെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കേസിലെ മുഖ്യപ്രതികളായിട്ടുള്ള പല ആളുകളുടെയും അക്കൗണ്ടുകൾ ഇതുവരെ മരവിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഇന്നലെ SIT കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായ പരിശോധനയാണ് SITയുടെ ഈ കേസിലെ പ്രതികളുടെ വീട്ടിൽ മാത്രമല്ലല്ലോ, ബന്ധുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ SIT പ്രതി ചേർക്കപ്പെട്ടുള്ള പ്രതികളിൽ മാത്രമല്ലല്ലോ ഒതുങ്ങുന്നത് ഇഡിയുടെ അന്വേഷണം. പ്രതികളും അതോടൊപ്പം തന്നെ പ്രതികളുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ വീടുകളും അവരുടെ ഓഫീസുകളും കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇത്തരത്തിൽ കള്ളപ്പണ ഇടപാടുകളിലൂടെ ലഭിച്ചിരിക്കുന്ന പണം, അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾ ലഭിച്ചിരിക്കുന്ന പണം ഉപയോഗിച്ച് അവർ എന്തായാലും സ്വന്തം പേരിൽ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ വസ്തുവകകൾ വാങ്ങുകയോ ചെയ്യില്ല. പലരും ഈ ബിനാമി ഇടപാടുകളിലൂടെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവരുമായി അടുത്ത ബന്ധമുള്ള ആളുകളെന്ന് ഇഡി സംശയിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വിവരം ലഭിച്ചിരിക്കുന്ന അത്തരം ആളുകൾ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന്റെ സോഴ്സ്. ശരി, ഞാൻ സിജോയിലേക്ക് വരാം. എൻ വാസുവിന്റെ വീടിന് സമീപത്ത് RB സനൂപ് കൂടി ചേരുകയാണ്. സനൂപ, അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണോ അതോ ഉദ്യോഗസ്ഥർ മടങ്ങിയോ?
ദിവ്യ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 7:15 കൂടിയാണ് വിവിധ ഇടങ്ങളിൽ പരിശോധന ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് മാത്രം 5 ഇടങ്ങളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ഒരേ സമയം നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ വാസുവിന്റെ വീട്ടിലാണ്. അദ്ദേഹം ഈ കേസിലെ 3ാം പ്രതിയാണ്. എൻ വാസു 2019 ദേവസ്വം കമ്മീഷണറും അതേപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റും ആയിരിക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ എൻ വാസുവിന്റെ വീട്ടിൽ നടക്കുന്നത്. എൻ വാസുവിന്റെ വീടിന് പുറമെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതേപോലെ ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിലും അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വലിയ കട്ടക്കാലുള്ള വീട്ടിലും പരിശോധന നടക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ പാങ്ങപ്പാറയുള്ള ഫ്ളാറ്റിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുകയാണ്. ഈ 2019 ഈ സ്വർണ്ണപ്പാളികൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി ഈ രേഖകളിലെല്ലാം തന്നെ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് ഈ സമയത്തായിരുന്നു. അന്ന് ഈ ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന എൻ വാസു ഇതിന് ഒത്താശ ചെയ്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് ഇതിനുവേണ്ടിയുള്ള ഗൂഢാലോചനയും മറ്റുമൊക്കെ നടത്തിയെന്നും എൻ വാസുവിനെതിരെ FIR-ൽ രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിപ്പോൾ എൻ വാസു റിമാൻഡിൽ തന്നെയാണ്. പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്താണ് ഇന്നിപ്പോൾ ഈ വിവിധ ഇടങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ മറ്റുമൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിലുള്ളത്. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ഒരേ സമയത്ത് പരിശോധന നടക്കുകയാണ്.